ആരാധരായ ഗുരുജനങ്ങളെ, വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകം മുഴുവൻ നിദ്രയിലാണ്ടപ്പോൾ 2 നൂറ്റാണ്ടുകാലം നീണ്ടു നിന്നിരുന്ന വിദേശാധിപത്യത്തെ തകർത്തതിന് ഭാരതം ഒരു പുത്തൻ യുഗത്തിലേക്ക് പ്രവേശിച്ചു. അഹിംസയുടെ വഴിക്കാരിയും അടിവെച്ച് മുന്നേറിയിരുന്ന ഗാന്ധിജിയും ആ തോളോട് ചേർന്ന് ധീരധീരം നിർമ്മിച്ച ടാറ്റാജിയും എനിക്ക് രക്തം തരിക, ഞാൻ സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ സംഘടിപ്പിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസും അവരോടൊപ്പം ജനമാരും വേണ്ടി ജീവനർപ്പിച്ച അനേക വീര പുരുഷന്മാരും സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ജ്ഞാനത്വത്തിലേക്കോ ഭാരതം ഉന്നത മുദ്രാവാക്യമാണിത്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ടും സ്വന്തമായ പേരും തനതായ സ്ഥാനവും ഭാരതത്തിനുണ്ട്. വിവിധ ജാതി, മതം, ഭാഷ എന്നിവ സ്വീകരിച്ചവർ ഒരുമയോടെ മുന്നേറിയിരുന്ന ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യം വിദേശികൾക്ക് കീഴ്പ്പെട്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് മോചനം നേടുവാൻ നാം പരിശ്രമിച്ചു. ഇന്നത്തെ രാജ്യത്തെ പ്രിയങ്കരമായി കരുതിയിരുന്ന മഹാത്മാ ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭ്ഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെ എത്രയോ പേരുകൾ എടുത്തു പറയാനുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഭാരതത്തിലേക്കും സ്വരാജ്യത്തിന്റെ സമ്പൂർണ്ണ മോചനത്തിനായിട്ടാണ് ബാധിച്ചത്. സ്വന്തം വീരേതമായി സ്വന്തം നാടിനെ സ്നേഹിച്ചവരായിരുന്നു അന്നത്തെ മഹാത്മാക്കൾ. അവർ നടത്തിയ ത്യാഗവും സേവനവുമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അന്നത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ജയിൽവാസവും മർദ്ദനങ്ങളും അനുഭവിച്ചവരായിരുന്നു. കഷ്ടപ്പാടിന്റെ വഴിയായിരുന്നത്. എങ്കിലും സ്വന്തം നാടിനായി ആ കഷ്ടപ്പാടുകൾ സഹിക്കാൻ പോലും അവർ തയ്യാറായി. അതിന്റെ തത്വമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചവും പൂക്കളും. ത്യാഗമതികളായ പഴയ നേതാക്കളുടെ സ്ഥാനത്ത് നാം ഇന്ന് കാണുന്ന ആരെയാണ്? സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് വിളിച്ചു നടത്തുന്ന നേതാക്കളും ഖേദങ്ങളും ഒട്ടും നാടിൽ ത്യാഗമല്ല. 7 വിധത്തിലും സ്വന്തം തിരിച്ചു പിടിപ്പിക്കുവാൻ തക്ക നോക്കി നടക്കുന്നവൻ നാളെ അപമാനം അഴിച്ചു വെക്കുന്നു. ഒരു നല്ല പോലെയുള്ള നിലയ്ക്ക് നാം രാജ്യത്തോട് പ്രിയതയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഹവാന ചിന്തകൾ പറഞ്ഞിരുന്നു, രാജ്യത്തിന്റെ ക്ഷേമം പരിഗണിക്കുന്നവൻ അവൻ ഈ കടം നിർവഹിക്കുന്നു. ഈ കടം നിർവഹിക്കുന്നവർക്ക് മാത്രമേ അവന്റെ അവകാശങ്ങൾ സ്വീകരിക്കുവാൻ അർഹതയുള്ളൂ. സദ്ഗുണമാണ് ശ്രേഷ്ഠസ്നേഹം എന്ന് മറ്റൊരു മഹാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശ്രേഷ്ഠസ്നേഹത്തിന്റെ ആവശ്യകതകളെ പറ്റി നമ്മെ ദിനദിനം ഓർമ്മിപ്പിക്കുന്നു. നാം വിദ്യാർത്ഥികൾ വർഷങ്ങളോളം വിദ്യാലയങ്ങളിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? വെറും ഭാഷയും ഗണിതവും ശാസ്ത്രം മാത്രം പഠിക്കാനല്ല നാം വർഷങ്ങളോളം വിദ്യാലയങ്ങളിൽ പോകുന്നത്. മറിച്ച് മനുഷ്യത്വം വളർന്നനുഭവിക്കുന്ന ചില മൂല്യങ്ങൾ കൂടി പഠിക്കാനാണ് നാം വിദ്യാലയങ്ങളിൽ പോകുന്നത്. നമ്മെ മൂല്യങ്ങളിൽ വളർത്തുവാൻ സഹായിക്കേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളുമാണ്. നാം വീട്ടിൽ നിന്ന് പഠിക്കുന്ന വൈകാരിക ബാല്യപാഠങ്ങൾ സ്കൂളിൽ വെച്ചും സ്കൂളിൽ പുറത്തു വെച്ചും തെളിയിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കണം. ഈ അവസരങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നാം ശരിക്കും മൂല്യങ്ങളിൽ വളരുന്നത്. സ്വാതന്ത്ര്യം അഴിമതിച്ച് നാട് ഭരിക്കുന്നുവെങ്കിൽ അതിനൊരു കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. കഴിവിന വിധത്തിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇതിന് നാം ആദ്യമേ ചെയ്യേണ്ടത് വെളിച്ചത്തിന്റെയും നന്മയെയും സന്താനങ്ങളായി നമുക്ക് വളരുവാൻ കഴിയണം. നമുക്ക് മൂല്യബോധത്തിൽ വിളിക്കാനുള്ള വിവിധ തരം കളികൾ, ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ ഇവയെല്ലാം കുട്ടികളായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നന്മയുടെയും നല്ല ലക്ഷ്യത്തോടെയും എല്ലാം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് നന്നാവുകയും നാം കേൾക്കാവുന്ന സ്വർഗരാജ്യവും ലാഭരാജ്യവും നിലനിൽക്കുകയും ചെയ്യും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന